അപ്പം നമ്മൾ ടേൺ ഓവർ റേഷ്യോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഏതായിരുന്നു ഫസ്റ്റത്തേത്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പഠിച്ച്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഓക്കെ, പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി. ഈ സെക്കൻഡ് വൺ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ആദ്യം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്കറിയാം, അതായത് സെയിൽസ് പ്രൊമോഷനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് സെയിൽസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഫോളോയിങ് എ ലിബറൽ ക്രെഡിറ്റ് പോളിസി. അപ്പോൾ ലിബറൽ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുമ്പം ചിലപ്പം ലിബറലായിട്ട് അങ്ങോട്ട് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്ത് ഫേസ് ചെയ്യേണ്ടി വരും? ദേ ഫേസ് ഇന്നാഡിക്വസി ഓഫ് ഫണ്ട്സ്. മനസ്സിലായല്ലോ? ആവശ്യത്തിന് ഫണ്ട് കയ്യിലുണ്ടാവില്ല, എല്ലാം ക്രെഡിറ്റായിട്ട് സെയിൽ നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഫേമിൻ്റെ റിസീവബിൾസ് അല്ലെങ്കിൽ റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾസും കൂടെ കൂടിയതാട്ടോ. അപ്പോൾ ട്രേഡ് ഡെറ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ആൻഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കറൻറ്റ് അസറ്റ് എന്നാണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ടു പേ ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ് ഇൻ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് ഡെറ്റേഴ്സ്. അപ്പം എത്രത്തോളം സ്പീഡിൽ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫേമിൻ്റെ ആ ഒരു എഫിഷ്യൻസി അത് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ടിരിക്കും കമ്പനീൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഡെറ്റേഴ്സ് വി യൂസ് 2 types ഓഫ് റേഷ്യോസ്. അതാണ് ഒന്ന് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. It is also known as receivables turnover ratio or stock velocity, and second one is average collection period. Okay, average collection period ratio. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമുല ഞാനൊന്ന് പറഞ്ഞു തരാം. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ഡെറ്റേഴ്സ് ഉണ്ടാവുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. ട്രേഡ് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളുക, സൺട്രി ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾസും കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് ട്രേഡ് ഡെറ്റേഴ്സ് കിട്ടുക. ഇനി ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ട്രേഡ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ട്രേഡ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്രെഡിറ്റ് സെയിൽസ്. അത് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. അപ്പോൾ ഇനി രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ആവറേജ് കളക്ഷൻ പീരിയഡ് റേഷ്യോ ആണെന്ന് പറഞ്ഞ്. ആവറേജ് കളക്ഷൻ പീരിയഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ, അതായത് 365, ഓർ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ 12, ഓർ നമ്പർ ഓഫ് വീക്സ് ഇൻ എ ഇയർ ദാറ്റ് ഈസ് 52 ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ഡെറ്റ് കളക്ഷൻ ഓഫ് എ ഫേം. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ആവറേജ് ഡെറ്റേഴ്സ് ആർ ടേൺഡ് ഓവർ ഇൻ എ ഇയർ. എത്രത്തോളം സ്പീഡിൽ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ഡെറ്റേഴ്സ് ആർ ടേൺഡ് ഓവർ ഇൻ എ ഇയർ. അപ്പോൾ ഹയർ ദ വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് ടേൺ ഓവർ ദ മോർ എഫിഷ്യൻറ്റ് ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മോർ ലിക്വിഡ് ആർ ദ ഡെറ്റേഴ്സ് എന്ന് പറയാം. അന്നേരം മറിച്ചിട്ട് ലോ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിലോ ഇറ്റ് ഇംപ്ലൈസ് ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ്, അല്ലെങ്കിൽ ലെസ് ലിക്വിഡ് ഡെറ്റേഴ്സ് എന്ന് പറയും. But a precaution is needed while interpreting a very high debtors turnover ratio, because എപ്പോഴും ഹൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എ വെരി ഹൈ റേഷ്യോ മേ ഇംപ്ലൈ എ ഫേംസ് ഇൻഎബിലിറ്റി ഡ്യൂ ടു ലാക്ക് ഓഫ് റിസോഴ്സസ് ടു സെൽ ഓൺ ക്രെഡിറ്റ് ആൻഡ് ദെയർബൈ ലൂസിങ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ചിലപ്പം ഫേമിൻ്റെ ക്രെഡിറ്റ് പോളിസി നല്ലതാവാനിട്ടോ ആവാം. അതായത് ഫേം അധികം ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നുണ്ടാവില്ല, അവർ ഫുൾ ക്യാഷ് സെയിൽസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അത് എന്തിനെ ബാധിക്കും? സെയിൽസിനെയും പ്രോഫിറ്റിനെയൊക്കെ ബാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഹൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒറ്റയടിക്ക് നല്ലതാണെന്ന് പറയരുത്. പക്ഷേ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഹൈ നല്ലതാണ് എങ്ങനെയാണെങ്കിൽ ഫേമിൻ്റെ ക്രെഡിറ്റ് പോളിസിയും കൂടെ ലിബറലും കൂടെ ആവണം. ഓക്കെ, അപ്പം അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത്രയും മനസ്സിലാക്കി വെക്കുക. ഹൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ എഫിഷ്യൻസി ഇൻ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്, അതായത് ഡെറ്റേഴ്സ് ആർ കളക്റ്റഡ് മോർ പ്രോംപ്റ്റ്ലി എന്ന് പറയാം. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് എ ഫേം ഹാസ് ടു വെയിറ്റ് ബിഫോർ ദ റിസീവബിൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതായത് എത്ര ദിവസം എടുത്തിട്ടാണ് ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര മന്ത്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര വീക്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴാണ് ആവറേജ് കളക്ഷൻ പീരിയഡ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരിയഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നതാണ്. എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ, അല്ലെങ്കിൽ മന്ത്സ് ഇൻ എ ഇയർ ഓർ വീക്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നേരിട്ട് അപ്ലൈ ചെയ്യുക ഫോർമുല വേണമെങ്കിൽ, ഫിഗേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഓർ വീക്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇതിൽ. ഇതാണ് പ്രോബ്ലം. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് 25,000, then returns 1,000, debtors 3,000, bills receivable 1,000. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് കാണാൻ വേണ്ടിയിരിക്കുന്ന ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ശ്രദ്ധിക്കണേ. അപ്പം നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പം ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, നെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 25,000 മൈനസ് 1,000 എന്ന് പറയുമ്പോൾ 24,000 നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ആണ് നോക്കുന്നത്. ആവറേജ് എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പണിങ്ങും ക്ലോസിങ്ങും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആവറേജ് കണ്ടാൽ മതി. ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടില്ല, ആകെ ക്ലോസിങ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒന്നും പറയുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഈസ് ക്ലോസിങ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾസ് ആണ്. അപ്പം ബിൽസ് റിസീവബിൾസും ഡെറ്റേഴ്സും കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് ട്രേഡ് ഡെറ്റേഴ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് ആകെ ഒന്നായതുകൊണ്ട്, ക്ലോസിങ് മാത്രമേ തന്നതുകൊണ്ട് ആവറേജ് എടുക്കേണ്ട ആവശ്യമില്ല, വെറും ട്രേഡ് ഡെറ്റേഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ട്രേഡ് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3,000 പ്ലസ് 1,000 4,000 വരും. ഇതേപോലെ ഇനി ഓപ്പണിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്യുക, ഇത് രണ്ടും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് 4,000 മാത്രം എടുത്താൽ മതി. സോ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 6 ടൈംസ് എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇനി ഒരൊറ്റ പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ഫൈൻഡ് ഔട്ട് ഡെറ്റേഴ്സ് ടേൺ ഓവർ ആൻഡ് ആവറേജ് കളക്ഷൻ പീരിയഡ്. നിങ്ങൾക്ക് 2 പീരിയഡിൻ്റെ തന്നിട്ടുണ്ട്. ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് 2002 5 lakh, 2003 6 lakh. Debtors in the beginning 80,000, 90,000. Debtors at the end 1 lakh, 1,10,000. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം. ആദ്യം 2002 ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും കളക്ഷൻ പീരീഡും കാണാം. അപ്പോൾ 2002 ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എടുക്കാം? ആ പീരീഡിൻ്റെ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം ആവറേജ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കണം. ആവറേജ് ഡെറ്റേഴ്സ് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് എത്രയാണ് വരുന്നത്? 80,000 പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 1 lakh ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആവറേജ് കിട്ടി. പിന്നെ നെറ്റ് ആനുവൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 5 lakh ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 2002 ചെയ്യുന്ന സമയത്ത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 lakh ഡിവൈഡഡ് ബൈ 90,000, അതായത് ഇതിൻ്റെ ആവറേജ് എടുത്തതാണ്. മനസ്സിലായോ? ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഡേയ്സ് 360 ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾ എഴുതിയാൽ മതി. ഇറ്റ് ഈസ് 360 ഡേയ്സിനെ അല്ല എത്രയാണ് അങ്ങനെ എന്താ പറയുക, 365 എടുത്താലും തെറ്റില്ല, 360 എടുത്താലും തെറ്റില്ല. അപ്പം നിങ്ങൾ ലാസ്റ്റ് ഒരു അസംഷൻ എഴുതിയാൽ മതി, ഫുട് നോട്ട് കൊടുത്തേച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 360 എടുത്തതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5.56. സോ 64.7 എന്ന് പറഞ്ഞാൽ 65 ഡേയ്സ് ആണ് ഡെറ്റേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ 2003-ൻ്റെതും കാണും.
2003 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്, ആനുവൽ ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ട്. അപ്പം ആദ്യം ആവറേജ് ഡെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 6 lakh ആണ്, മാറ്റില്ല. ഇനി ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് കാണുന്ന സമയത്ത് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിങ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 90 + 110 എന്ന് പറയുമ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 lakh വരും. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 1 lakh 6 times. ഇതും അതേമാതിരി ആവറേജ് കളക്ഷൻ പീരീഡ് കാണുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 60 days. ക്ലിയർ ആണോ? അപ്പം ഇനി ഈ ആവറേജ് കളക്ഷൻ പീരിയഡിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എത്ര ഡേയ്സ് എടുക്കുന്നതാണല്ലോ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് എ ഫേം ഹാസ് ടു വെയിറ്റ് ബിഫോർ ഇറ്റ്സ് റിസീവബിൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതായത് ഇറ്റ് മെഷേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡെറ്റേഴ്സ്. അപ്പോൾ എപ്പോഴും ഷോർട്ടർ ദ ആവറേജ് കളക്ഷൻ പീരിയഡ് ബെറ്റർ ഇസ് ദ ക്വാളിറ്റി ഓഫ് ഡെറ്റേഴ്സ്. മനസ്സിലായല്ലോ? അത്രയും സ്പീഡിൽ ഡെറ്റേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എ ഹയർ കളക്ഷൻ പീരിയഡ് ഇംപ്ലൈസ് എൻ ഇൻഎഫിഷ്യൻറ്റ് കളക്ഷൻ പെർഫോമൻസ് വിച്ച് ഇൻ ടേൺ അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ദ ലിക്വിഡിറ്റി ഓർ ഷോർട്ട് ടേം പേയിങ് കപ്പാസിറ്റി ഓഫ് എ ഫേം ഔട്ട് ഓഫ് ഇറ്റ്സ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ അത്ര ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഒരൊറ്റ പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരിയഡ് എന്നാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, റിട്ടേൺസ്. അതിൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാം. ടോട്ടൽ സെയിൽസ് എന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുക, അതിൽ നിന്ന് ക്യാഷ് സെയിൽസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. പിന്നെ ടോട്ടൽ ഡെറ്റേഴ്സ് അറ്റ് ദി എൻഡും ബിൽസ് റിസീവബിൾസ് തന്നിട്ടുണ്ട്. പിന്നെ ബാഡ് ഡെറ്റ് പ്രൊവിഷനും ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിൻ്റെ ഒന്നും ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ആവറേജ് കളക്ഷൻ പീരീഡ് കാണുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 365 ഡിവൈഡഡ് ബൈ എന്ത് വെച്ചാൽ മതി, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഡയറക്റ്റായിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, ഫോർമുല എന്തായിരുന്നു ഡയറക്റ്റ് ഫോർമുല നമ്പർ ഓഫ് വർക്കിംഗ് ഇത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചുകൊണ്ട് ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അങ്ങനെ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, ആൻസർ 75 days ആയിട്ട് കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, ഹോംവർക്ക് തരുന്നുണ്ട്, ഞാനത് ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം കേട്ടോ. നമ്മൾ രണ്ടാമത്തെ അടുത്ത റേഷ്യോ ആണ്, ടേൺ ഓവർ റേഷ്യോസിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്രെഡിറ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്, വെൻ എ ഫേം മേക്സ് ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, അപ്പോൾ എ സപ്ലയർ ഓഫ് ഗുഡ്സ്, അതായത് ക്രെഡിറ്റർ ഇസ് നാച്ചുറലി ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് ഹൗ മച്ച് ടൈം ദ ഫേം ഇസ് ലൈക്ലി ടു ടേക്ക് ഇൻ റീപേയിങ് ഇറ്റ്സ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അപ്പം ഇങ്ങനെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്തിനു വേണ്ടിയിട്ടാണ്, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് എത്ര സ്പീഡിൽ കളക്ട് ചെയ്യുന്നുണ്ട്, ക്യാഷ് എത്ര സ്പീഡിൽ ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ചിട്ട് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ടൈം എടുത്തിട്ടാണ്, എത്ര സ്പീഡിലാണ് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതാണ്. ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് പർച്ചേസസ് നടക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ ഫോർമുല ഇതാ വരിക, ക്രെഡിറ്റ് പർച്ചേസസ് നെറ്റ് ക്രെഡിറ്റ് ആനുവൽ പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസസ് എടുക്കാൻ പാടുള്ളേ, ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പം ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇതേപോലെ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ് പോലെ തന്നെ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കൊടുക്കും. അതായത് എത്ര ടൈം എടുക്കുന്നുണ്ട്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ എത്ര ദിവസം എടുത്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കും. അതിനിതാണ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഓർ മന്ത്സ് ഇൻ എ ഇയർ ഓർ വീക്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പം ഈ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് നേരിട്ടിട്ടും ചെയ്യാം. അതായത് ടോട്ടൽ ഇങ്ങനെ ഒരു ഫോർമുലയും കൂടെ പറയുന്നുണ്ട്. എന്താണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ്
ട്രേഡ് ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഇൻറ്റു നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എടുത്തിട്ട് ചെയ്യാം. അപ്പം എപ്പോഴും ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കുന്ന സമയത്ത് അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഷൻ എഴുതുക? If a firm enjoys a high creditors turnover ratio, it means early payment to creditors. And firm is not taking the full advantage of credit allowed by creditors. If the turnover ratio is lower, it means payment to creditors are delayed. Creditors turnover is this ratio is useful both to firm and creditors. അതിനനുസരിച്ചിങ്ങാണ്ട് വേണം ഇൻ്റർപ്രിറ്റേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോവസ്റ്റ് ക്രെഡിറ്റ് പീരീഡ് ആണോ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തായിരിക്കും നല്ലത്? ഹയർ ടേൺ ഓവർ റേഷ്യോ നല്ലത്. പക്ഷേ ക്രെഡിറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് ലോവറാണ് നല്ലത്. ഓക്കെ, നമുക്കൊരു ഫോർമുല അതേപോലെ തന്നെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡും ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ ദ ഫേം ടു പേ ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ജനറലി ലോവർ ദ റേഷ്യോ ബെറ്റർ ഇസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഫേം ആൻഡ് ഹയർ ദ റേഷ്യോ ലെസ് ലിക്വിഡ് ഇസ് ദ പൊസിഷൻ ഓഫ് ദ ഫേം. അപ്പോൾ അങ്ങനെയാണ് പറയുക. പക്ഷേ എപ്പോഴും എ ഹയർ പേയ്മെൻറ്റ് പീരിയഡ് ഇംപ്ലൈസ് ഗ്രേറ്റർ ക്രെഡിറ്റ് പീരിയഡ് എൻജോയ്ഡ് ബൈ എ ഫേം ആൻഡ് കോൺസിക്വൻ്റ്ലി ലാർജർ ദ ബെനിഫിറ്റ് റീപ്ഡ് ഫ്രം ക്രെഡിറ്റ് സപ്ലയേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ പർച്ചേസസ് 4 lakh, ക്യാഷ് പർച്ചേസസ് 50,000, പർച്ചേസസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സും പേയബിൾസ് അറ്റ് ദി എൻഡ്, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടേക്ക് 365 days in a year. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എടുക്കുന്ന സമയത്ത് ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പർച്ചേസസിൻ്റെ അകത്തുനിന്ന് ക്യാഷ് പർച്ചേസസ് മൈനസ് ചെയ്യുക, റിട്ടേൺസും മൈനസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത്. പിന്നെ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പം ഓപ്പണിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും പറഞ്ഞ് തന്നിട്ടില്ല, ആകെ എൻഡിലുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ട. ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം നോക്കാൻ വരുന്നത് ഇങ്ങനെയാണ് വരിക. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് 3,30,000 ഡിവൈഡഡ് ബൈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എടുത്താൽ മതി. ആവറേജിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഓപ്പണിംഗ് തരാത്തത് കൊണ്ട്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 4.13 ടൈംസ് വന്നു. ഇനി പേയ്മെൻറ്റ് പീരീഡ് കാണുമ്പം 365 ഡിവൈഡഡ് ബൈ 4.13 88 days വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഇനി അടുത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറൻറ്റ് അസെറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്പർ ഓഫ് ടൈംസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ടേൺഡ് ഓവർ ഇൻ എ ഇയർ. അപ്പം ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ബീങ് യൂസ്ഡ് ബൈ എ ഫേം, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഫോർമുല അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസെറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഈ ആവറേജ് കാണാൻ എപ്പോഴാണ്? ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആവറേജ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്ലോസിംഗ് എടുത്താൽ മതി. അപ്പോൾ ആവറേജ് കാണുമ്പം ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒരൊറ്റ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നിർത്താം. ഇതാണ് പ്രോബ്ലം. ക്യാഷ്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ക്രെഡിറ്റേഴ്സ്, കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാരണമുള്ള കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം കോസ്റ്റ് ഓഫ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 1,50,000 ആണെന്നുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, ടോട്ടൽ കറൻറ്റ് അസെറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 കിട്ടി. ഓക്കെ,
വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 1,50,000 ഡിവൈഡഡ് ബൈ 30,000 5 ടൈംസ് വരും. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻ്റർപ്രറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ. ഇൻ്റർപ്രിറ്റേഷൻ എത്രത്തോളം സ്പീഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ ചെയ്യുക. അപ്പോൾ ഹയർ ദ റേഷ്യോ ബെറ്റർ ഇസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ.